ഹലോ, ഇനി നമുക്ക് പഞ്ചസാര വെച്ചിട്ട് ഒരു കിടിലൻ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയാലോ. രാസപരമായി പഞ്ചസാര എന്ന് പറഞ്ഞാൽ C12H22O11 ആണ്. അതായത് ഹൈഡ്രജനും ഓക്സിജനും ജലത്തിന്റെ അതേ അനുപാതത്തിലാണ് പഞ്ചസാരയിലുള്ളത്. ഈ പഞ്ചസാരയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അല്പം സൾഫ്യൂരിക് ആസിഡ്, ഗാഢത കൂടിയ സൾഫ്യൂരിക് ആസിഡ് തുള്ളി തുള്ളിയായി ചേർക്കുന്നു. അപ്പോൾ ഉണ്ടാവുന്ന നിറം മാറ്റം നിരീക്ഷിക്കൂ. പഞ്ചസാരയുടെ നിറം മാറി വരുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണ്? പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിന്റെ അതേ അനുപാതത്തിൽ തന്നെ സൾഫ്യൂരിക് ആസിഡ് ആഗിരണം ചെയ്യുന്നു. പിന്നീട് അവിടെ അവശേഷിക്കുന്നത് ആര് മാത്രമായിരിക്കും? കാർബൺ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ കാർബണിനെയാണ് നമ്മൾ ഈ കറുത്ത പദാർത്ഥമായിട്ട്, ഈ കറുത്ത നിറത്തിൽ കാണപ്പെടുന്നത്. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? സൾഫ്യൂരിക് ആസിഡ് ഈസ് എ സ്ട്രോങ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. ശക്തിയേറിയ ഒരു നിർജ്ജലീകാരിയാണ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ.